കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ നിലവിളിയുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ അതിങ്ങനെ വ്യാഖ്യാനിച്ചു തരും. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന് വേണ്ടിയുള്ള അവൻ്റെ ദാഹമായിരുന്നു ഈ നിലവിളിയെന്ന്. അത്രമാത്രം മനുഷ്യരെ ദാഹിച്ച, മനുഷ്യർക്ക് വേണ്ടി ആഗ്രഹിച്ച, മനുഷ്യരുടെ ആത്മാക്കളെ കിട്ടണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ ഞാൻ ആയിരിക്കുമ്പോൾ തിരിച്ച് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എനിക്ക് നിന്നെ മാത്രം മതിയെന്നല്ലേ, എനിക്ക് നിന്നെ മാത്രം മതിയെന്നല്ലേ. ഈ വിശുദ്ധ അന്തോനീസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഈ മഹാവിശുദ്ധൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട്. ആ വിശുദ്ധൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്? ഒറ്റ കാര്യം, എല്ലാ രാത്രികളിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന എല്ലാ രാത്രികളിലും അന്തോണീസിൻ്റെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു, എനിക്ക് ഈശോയെ വേണം. പറഞ്ഞില്ലേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഓരോ രാത്രികളിലും പരിശുദ്ധ മാതാവ് ഉണ്ണീശോയെ ആ വിശുദ്ധന്റെ കൈകളിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നുവെന്ന് ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ദൈവത്തെ കയ്യിലെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വിശുദ്ധൻ. ഒരുപാട് വിശുദ്ധരുടെ കരങ്ങളിലൊന്നും ഇല്ലല്ലോ, അങ്ങനെ വളരെ ചുരുക്കം. വിശുദ്ധ ഔസേപ്പിതാവ്, പരിശുദ്ധ മാതാവ്, വിശുദ്ധ അന്തോനീസ്, ക്രിസ്റ്റഫർ പുണ്യാളന്റെ മേളിൽ എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യരാണ്.